ഓക്കെ ഗേസ്, ഇവിടെ എൻ്റെ കയ്യിലേ ഒരു മഹീന്ദ്ര താറൊക്കെ ഉണ്ട് കേട്ടാ. ഈ വണ്ടി മേടിക്കുമ്പോൾ ഒരു സ്റ്റോക്ക് വണ്ടിയായിരുന്നു. ഞാൻ ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഇത് കണ്ടില്ലേ, വണ്ടിയിൽ വലിയ ടയറൊക്കെ വെച്ചു. ഇപ്പം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാറാന്ന് പറയില്ല, ഒരു മോൺസ്റ്റർ ട്രക്കാന്ന് പറയാ. എന്തായാലും സംഭവം കുഴപ്പമില്ല, നൈസായിട്ടുണ്ട്. ഇത് പിന്നെ കണ്ടില്ലേ, നമുക്ക് വല്ലവരുടെ മേത്ത് കയറ്റാൻ പറ്റും. ഇതേപോലെ ഇങ്ങ് കയറ്റാം, സുഖമായിട്ട് കയറ്റാം, ഒരു കുഴപ്പമില്ല. വലിയ ടയർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗുണമുണ്ടേ. ഇനിയിപ്പോൾ ട്രാഫിക്കിൽ പെട്ടു കുഴപ്പമൊന്നുമില്ല, വണ്ടികളുടെ മേത്തിൽ കൂടെ കയറി പോവാ, അത്രേ ഉള്ളൂ. ഈ വണ്ടിയിൽ പിന്നെ വേറെ ഒരു ഫീച്ചർ ഉണ്ട്. ഇതുണ്ടില്ലേ, നമുക്കിതേപോലെ ചാടി പോവാം, വല്ലവരുടെ മേത്തിൽ കൂടെ ചാടി പോവാം. ഇതും ഏതായാലും നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ വീടിൻ്റെ അകത്ത് കയറണമെങ്കിലേ മെയിൻ എൻട്രൻസ് വഴി കയറണ്ട, നമുക്ക് മതിൽ ചാടി പോവാം. ദാ ഇതേപോലെ ഇങ്ങ് ചാടി പോവാം. ഇതും നൈസായിട്ടുണ്ട്. നമ്മൾ പക്ഷേ വെള്ളത്തിലാണ് ലാൻഡ് ആയേ. ഇത് പിന്നെ വെള്ളത്തിൽ മുടിക്കാൻ പറ്റും, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചാടി ഇറങ്ങാം, അതൊക്കെ അത്ര ഉള്ളൂ. എന്നിട്ടായാലും വണ്ടി നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയില്ല. മോഡിഫൈ ചെയ്തപ്പോൾ പെടയുണ്ട്. ഞാൻ പിന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. ഇന്നിപ്പോൾ ഏതായാലും പറ്റില്ല. ഇതുണ്ടില്ലേ, പുറത്ത് ഭയങ്കര ഇടിവെട്ടും മഴയാ. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, പോയിട്ട് കിടന്നുറങ്ങാം. നാളെ കാലത്ത് മഴയില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം, ഇല്ലെങ്കിൽ പിന്നെ വീട്ടിലിരിക്കുക, അതന്നെ. എന്നിട്ടായാലും കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഇവിടെ അങ്ങനെ നേരം വെളുത്തേക്കാണ് കേട്ടാ. ഇന്നത്തെ കാലാവസ്ഥ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, മഴയൊന്നുമില്ല. നമുക്കപ്പോൾ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഒരു മിനിറ്റ്, എൻ്റെ വണ്ടി എവിടെയാ? എൻ്റെ വണ്ടി ഇവിടെ അല്ല പാർക്ക് ചെയ്തേ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേ. അതിപ്പോൾ കാണാനില്ല. ഇനിയിപ്പോൾ ഞാൻ ബാക്കിലാണോ പാർക്ക് ചെയ്തത്? ചിലപ്പോൾ ബാക്കിലാവും പാർക്ക് ചെയ്തിട്ടുണ്ടാവുക, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെയും എൻ്റെ വണ്ടിയില്ല. എൻ്റെ വണ്ടി എങ്ങോട്ടേക്ക് പോയേ? ഇനിയിപ്പോൾ ആരെങ്കിലും അടിച്ചു മാറ്റിയ പറയാൻ പറ്റില്ല ഏട്ടാ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ കള്ളന്മാരുണ്ട്, ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഷേ, ആ വണ്ടി ലോക്ക് ചെയ്യാൻ മറന്നു പോയിട്ടാ. ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തുട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ അതിനെ നിവൃത്തിയുള്ളൂ. എൻ്റെ വണ്ടിയുടെ നമ്പറൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആ നമ്പർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടേ, നമുക്ക് അവിടെ പോയിട്ട് ആ കാർ എടുക്കാം. എന്നാലും ആരാണാവോ എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ? അയാൾ ഞാൻ വെറുതെ ഓടില്ല, അത് ഉറപ്പാ. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നേക്കാണ്. ഒരു മിനിറ്റ്, ഇതാ വണ്ടിയല്ലേ? ഇതല്ല എൻ്റെ വണ്ടി. എൻ്റെ വണ്ടി എന്താ ഇവിടെ? ഇനി പോലീസുകാരാണോ എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ? ശരി, ഇവിടുത്തെ പോലീസുകാർ ആൾ കൊള്ളാലോ, വണ്ടികൾ അടിച്ചു മാറ്റാറയ്യാ. എന്നിട്ടായാലും ചോദിച്ചു നോക്കാം. ഹലോ സാറേ, ഇതെന്തു പരിപാടിയാ? നിങ്ങൾ എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയാ? എന്തിനാ അടിച്ചു മാറ്റിയേ? ശരി, ഇതപ്പോൾ നിന്റെ വണ്ടിയായിരുന്നാ? നിനക്കെന്താ അറിയില്ലേ, നമ്മുടെ സിറ്റിയിൽ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, അത് ഇല്ലീഗലാണ്. ഇല്ലീഗലാന്ന് എനിക്കറിയാം, പക്ഷേ നീ ഇനി ഒന്നും പറയണ്ട. നിന്റെ വണ്ടി നിനക്കിനി കിട്ടാൻ പോണില്ല, അതുകൊണ്ട് തൽക്കാലം ഇടുന്ന സ്ഥലം വിട്ടോ. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ, എൻ്റെ വണ്ടി എനിക്ക് വേണം. ഞാൻ വേണമെങ്കിൽ പൈസ തരാം, ഞാൻ വേണമെങ്കിൽ ഫൈൻ അടയ്ക്കാം, എത്ര വേണമെങ്കിലും അടയ്ക്കാം, ഒരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി എനിക്ക് വേണം. എടാ, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നിന്റെ വണ്ടി നിനക്ക് കിട്ടാൻ പോണില്ല. അതെ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് ജയിലിലിടും. ഉള്ള കാര്യം പറയാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണി പളയേക്കാൻ കേട്ടാ. പോലീസുകാരാണ് എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ. ഇവർ പറയണതേ ഞാൻ വണ്ടി മോഡിഫൈ ചെയ്തു, അത് ഇല്ലീഗലാന്ന്. വണ്ടി മോഡിഫൈ ചെയ്ത് എന്തോ പ്രശ്നം? എനിക്കത് ഇപ്പോഴും മനസ്സിലാവണില്ല ഏട്ടാ. പോലീസുകാരാണെങ്കിൽ എൻ്റെ വണ്ടി കൊണ്ടുപോയി, അതിന് തിരിച്ചു കിട്ടില്ലാന്ന്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ വണ്ടി തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, നമുക്ക് ആ വണ്ടി അടിച്ചു മാറ്റാം. പോലീസുകാരോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏട്ടാ. ഞാൻ ഫൈൻ അടയ്ക്കാന്നൊക്കെ പറഞ്ഞതാ, പക്ഷേ പോലീസുകാർ സമ്മതിച്ചില്ല.
അതുകൊണ്ട് നമുക്ക് ആ വണ്ടി അടിച്ചു മാറ്റാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. ഞാൻ പിന്നെ ഇപ്പോൾ പോണില്ല, രാത്രി ആവട്ടെ. രാത്രിയാകുമ്പോൾ നമുക്ക് പോയിട്ട് ആ വണ്ടി അടിച്ചു മാറ്റാം. 6 hours later. ഓക്കെ, ഇവിടെ ഇങ്ങനെ രാത്രി ആയിക്കണം കേട്ടാ. ഞാൻ പിന്നെ കോസ്റ്റ്യൂമൊക്കെ മാറി മാസ്ക് ഒക്കെ വെച്ചു. എന്നെ അങ്ങനെ ആരും തിരിച്ചറിയണ്ട. ഇവിടെ പിന്നെ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. രാവിലെ മഴ ഉണ്ടായിരുന്നില്ല. അന്നേരം എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാന്ന് വിചാരിച്ചതാ. ഇപ്പോൾ രാത്രി ഇപ്പോൾ വീണ്ടും മഴ പെയ്യ. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി പോയിട്ട് ആ വണ്ടി അടിച്ചു മാറ്റാം. എന്നാലും എന്തൊരവസ്ഥയല്ലേ, സ്വന്തം വണ്ടി വരെ അടിച്ചു മാറ്റേണ്ട അവസ്ഥയാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അടിച്ചു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വണ്ടി തിരിച്ചു കിട്ടില്ല. അത് വേറെ കാര്യം. നമ്മുടെ വണ്ടി ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെ ഉണ്ട്, ഈ ഭാഗത്ത് എവിടെയുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് മതിൽ ചാടി പോവാം. അതായിരിക്കും നല്ലത്. ലെറ്റ്സ് ഗോ. അയ്യോ, ഞാൻ അവിടെ തലയിടിച്ച് വീണേ. ആ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല. ചെറുതായിട്ട് വഴിക്ക് വീണു, പക്ഷേ സീനില്ല. ഇവിടെ പിന്നെ പോലീസുകാരൊന്നും ഇല്ല കേട്ടാ. ഈ ഭാഗത്ത് എനിക്ക് ആരെയും കാണാനില്ല, ഫ്രണ്ടിൽ മാത്രമേ നിൽക്കണുള്ളൂ. ഇതിപ്പോൾ പറ്റിയ ചാൻസാ, നമുക്ക് ഈ വണ്ടിയും എടുക്കാം. നമുക്ക് പക്ഷേ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ബാക്കിൽ കൂടെ പോവാം. ഈ വണ്ടിയിൽ പിന്നെ മറ്റേ ഫീച്ചർ ഇല്ലേ, ആ ഫീച്ചർ വെച്ച് നമുക്ക് മതിൽ ചാടി പോവാം. ഇതേപോലെ ഇങ്ങ് പോവാം. ഇവിടെ ഇപ്പോൾ ഒരാളും അറിഞ്ഞില്ല. അതെ, നമുക്ക് ഈ വണ്ടിയില്ലേ അതെൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്യണ്ട. എൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്ത പോലീസുകാർക്ക് മനസ്സിലാവും ഞാൻ ആ വണ്ടി അടിച്ചു മാറ്റിയെന്ന്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ സോമൻ്റെ വീട്ടിൽ പോവാം. ഈ വണ്ടി നമുക്ക് സോമൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്യാം. സോമൻ പിന്നെ നാട്ടിലില്ല, അതുകൊണ്ട് പോലീസുകാർ സോമനെ ഒന്നും ചെയ്യില്ലേ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. എന്തെങ്കിലും ആവട്ടെ. ആ പിന്നെ ഈ വീഡിയോ ഇതുവരെയ്ക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടെ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ സോമൻ്റെ വീട്ടിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ സോമൻ്റെ വീട്ടിൽ വന്നേക്കാം. ഈ വണ്ടിയിലേ നമുക്ക് പുറത്ത് പാർക്ക് ചെയ്യാം കേട്ടാ. ഞാൻ ആ ഗ്യാരേജിൻ്റെ ഉള്ളിലാണ് പാർക്ക് ചെയ്യാൻ നോക്കിയേ, പക്ഷേ ഈ വണ്ടി അകത്തേക്ക് കയറുന്നില്ല. ഈ വണ്ടിക്ക് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് കയറില്ല. അതിപ്പോൾ സീനില്ല, നമുക്ക് പുറത്ത് പാർക്ക് ചെയ്യാം. ഈ വണ്ടി ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും അടിച്ചു മാറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ പിന്നെ സോമൻ്റെ ബൈക്ക് ഇരിക്കുന്നുണ്ട്, തൽക്കാലം ഈ ബൈക്ക് എടുത്തോണ്ട് പോവാം. സോമൻ പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലേ, ഈ ബൈക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പോലീസുകാർ നമ്മളെ സംശയിക്കില്ല എന്ന് വിചാരിക്കണു.